2025-26 ISL സീസണിലേക്കുള്ള പുതിയ ഏതാനും താരങ്ങൾക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫർ ജാലകം തുറന്നിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും റൂമറുകളല്ലാതെ കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ വിദേശ ഇന്ത്യൻ സൈനിങ്ങുകൾക്കായി മികച്ച രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായും അതിനൊരു ഉത്തരം കിട്ടിയേക്കാം. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് ഈ സീസണിലും അഡ്രിയാൻ ലൂണ ടീമിൽ ഉറപ്പായും തുടരും എന്നത് തന്നെയാണ്. സത്യത്തിൽ എത്ര വലിയ കൊമ്പനെ ടീമിൽ കൊണ്ടുവന്നാലും ലൂണയെപ്പോലെ നേതൃപാഠവുമുള്ള ഒരു കളിക്കാരൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നുള്ളത് തന്നെയാണ്. ടീമിന്റെ മികവും ദൗർബല്യവും ഒരുപോലെ ഇത്ര അടുത്തറിയാൻ ഒരുപക്ഷെ ഡേവിഡ് കറ്റാലയ്ക്ക് പോലും ലൂണയെ പോലെ കഴിയുമോ എന്നത് സംശയമാണ്. എന്തായാലും ലൂണയെ വിട്ടൊരു തീക്കളിക്ക് ക്ലബ് മാനേജ്മെന്റിനോ കോച്ചിനോ നിലവിൽ ഒട്ടും തന്നെ താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്പമെങ്കിലും മികവ് പുലർത്തുന്ന ഒരു ടീമിനെ ലൂണയെ ഏൽപ്പിച്ചാൽ അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയുന്ന പ്രതിഭയാണ് ലൂണ. പലതരത്തിലുള്ള നിർഭാഗ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ വരെ താരത്തിന് കൂട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ക്ലബിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പോസിറ്റീവായ നീക്കങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. സെന്റർ ബാക്ക് അടക്കമുള്ള ഏതാനും ചില മികച്ച സൈനിങ്ങുകൾ കൂടി നടത്തിയാൽ ഈ സീസണിൽ കൊമ്പന്മാർക്ക് പ്രതീക്ഷയുണ്ട്. ഒപ്പം ജീസസ് ജിമിനസും നോഹ സദോയിയും അമയ് റാനാവഡയും അർഷദ് അൻവർ ഷെയ്ഖും കോറു സിംഗും ഒക്കെ അടങ്ങുന്ന നിര അത്ര മോശമൊന്നുമല്ലെന്ന് മനസ്സിലാക്കണം. ഇതിനോടകം തന്നെ സൈൻ ചെയ്തു കഴിഞ്ഞ യുവതാരങ്ങൾ ക്ലബിനോട് വളരെ പ്രതിബദ്ധതയുള്ളവരാണെന്നതും ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അവർക്കൊപ്പം നിൽക്കാൻ ക്ലബിനോട് ഇത്രയധികം ആത്മാർത്ഥതയും കഠിനാധ്വാനവുമുള്ള അഡ്രിയാൻ ലൂണയെ പോലെ തലപ്പൊക്കമുള്ള ഒരു നായകൻ കൂടി ആവുമ്പോൾ ഈ സീസൺ മോശമാകില്ല എന്നുറപ്പിക്കാം. കൂടുതൽ കരുത്തുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ കറ്റാലയ്ക്ക് കഴിയണമെങ്കിൽ 2 or 3 മികച്ച കളിക്കാരെ കൂടി ടീമിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാം.